ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ മട്ടാഞ്ചേരി വാട്ടർ മെട്രോ ടെർമിനലിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വാട്ടർ മെട്രോയിൽ കയറി മട്ടാഞ്ചേരിയിൽ നിന്ന് ഹൈക്കോർട്ട് വരെ പോകുന്ന വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരെയും ഞാൻ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ബോട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മെട്രോ ബോട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഏകദേശം ഒരു 10 മിനിറ്റോളം സമയമുണ്ട് ഇനിയിപ്പോൾ. കാരണം 4:05 ഇവിടെ നിന്ന് വണ്ടി ബോട്ട് എടുക്കുന്നത്. ഇവിടെ ഒരു മെട്രോ കിടപ്പുണ്ട്. പക്ഷേ ഈ മെട്രോയിലല്ല, ഈ വാട്ടർ മെട്രോ ബോട്ടിലല്ല നമ്മൾ പോകുന്നത്. കാരണം ഇപ്പുറത്തെ അവസ്ഥയൊക്കെയാണ് നമുക്ക് എൻട്രി കാണിച്ചത്. അതുകൊണ്ട് അപ്പുറത്തെ കിടക്കുന്നു ആ ബോട്ടിലുണ്ട്, ആ കിടക്കുന്ന ബോട്ടിലാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ 4 മണിയൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ ബോട്ടിലേക്ക് കയറ്റിയിട്ടുണ്ട്, മെട്രോ ബോട്ടിലേക്ക് കയറ്റി. അപ്പോൾ അതിനകത്താണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ആദ്യം പറഞ്ഞ ബോട്ടാണ് ആ കിടക്കുന്നത്. നമ്മളിപ്പുറത്ത് ബോട്ടിലേക്കാണ് കയറിയത്. അതിപ്പോൾ ബോട്ട് എടുക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പം അതായത് 4:05 അപ്പോൾ അതെ കൃത്യസമയത്ത് തന്നെ ബോട്ട് എടുത്തിട്ടുണ്ട്, നീങ്ങി തുടങ്ങുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ 4:05 കൃത്യം 4:05 തന്നെ നമുക്ക് ഇവിടെ നിന്ന് വാട്ടർ മെട്രോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മട്ടാഞ്ചേരിയിൽ നിന്ന്. ഇപ്പോൾ നമ്മൾ 4:05 ട്രിപ്പിലാണ് കയറുന്നത്. വൈകിട്ട് 4:05 ട്രിപ്പിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതേ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ ബോട്ടാണ് കിടക്കുന്നത്. അതിൽ വിഴിഞ്ഞോന്ന് എഴുതിയിട്ടുണ്ട്. ചിലപ്പോൾ ഓരോന്നിൻ്റെ പേരായിരിക്കും, ബോട്ടിൻ്റെ പേരായിരിക്കും അത് കാണുന്നത്. അവിടെ എറണാകുളം സിറ്റി മറ്റൊക്കെ അതിൽ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ, അതായത് ഈ ടെർമിനലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അതെ വേറൊരു ബോട്ട് ഇങ്ങോട്ട് വരുന്നത് കാണാം. അത് ഇങ്ങോട്ടുള്ള ബോട്ട് തന്നെയാണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം ഏത് നമ്മുടെ സൈഡിൽ കൂടിയാണോ അതോ അപ്പുറത്ത് വശത്തു കൂടിയാണോ പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ നമ്മൾ ഇരിക്കുന്ന വശത്തു കൂടിയൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള വീഡിയോ കാണാൻ പറ്റും. ഇനി അപ്പുറത്തെ വശത്താണെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല. ഇത് അവിടെ ഈ സിമെൻറ്റിൻ്റെ ഫാക്ടറി അങ്ങനെ എന്തോ സംഭവമൊക്കെ ഉണ്ട്. നമുക്ക് എറണാകുളം ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ മെട്രോ ഉണ്ടല്ലോ, വാട്ടർ മെട്രോ ബോട്ട്, അത് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടിയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കതൊന്നും കാണാൻ പറ്റില്ല. ഇവിടെ കുറേ ഇതേപോലെയുള്ള ഇതൊക്കെ കാണാൻ പറ്റും. ഇൻഡസ്ട്രീസും മറ്റുമൊക്കെ കമ്പനികളുടെ കെട്ടിടങ്ങളും എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ടത് ആ കാണുന്ന അൾട്രാടെക്കിൻ്റെ സംഭവം തോന്നുന്നു, അത് ഫാക്ടറിയോ മറ്റോ ആണെന്ന് തോന്നുന്നു. ഞാൻ വേറൊരു കാര്യം പറയാൻ മറന്നുപോയായിരുന്നു. അതായത് ഈ യാത്രയുടെ ചിലവെന്ന് പറയുന്നത്, അതായത് മട്ടാഞ്ചേരിയിൽ നിന്ന് നമ്മുടെ ഹൈക്കോർട്ട് വരെയുള്ള ഈ മെട്രോയുടെ ചിലവെന്ന് പറയുന്നത് 50 രൂപയാണ്. 50 രൂപയാണ് ഇതിൻ്റെ ചാർജ് വരുന്നത്. നമുക്ക് നോക്കാം, അവിടെ ഫെറിയും മറ്റുമൊക്കെ പോകുന്ന കാണാം. നമ്മുടെ സാധാ ഫെറിയും അതേപോലെ തന്നെ അവിടെ ഒരു ബോട്ടും ഇതെല്ലാം കിടപ്പുണ്ട്. അവിടെ സൈഡിലായിട്ട് ഹാർബറാ മറ്റോ എന്ന് തോന്നുന്നു കാണുന്നത്. നമുക്ക് നോക്കാം, ആ ഫെറി അവിടെ ഫെറി ജെട്ടിയിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ മറ്റേത് അൾട്രാടെക്കിൻ്റെ സംഭവമായിരുന്നു. ആ ഒരു ഇത് നമുക്കവിടെ കുറച്ചും കൂടി സൂം ചെയ്ത് കാണാം, അടുത്ത് കാണാൻ പറ്റും. അതേപോലെ തന്നെ വേറൊരു ബോട്ട് അവിടെ അകലെ നിന്നും വരുന്നുണ്ട്. ആ കാണുന്നതാണ് നമ്മുടെ നമ്മൾ വന്ന ടെർമിനൽ, മട്ടാഞ്ചേരി ടെർമിനലാണ് ആ കാണുന്നത്. ഇവിടെ എറണാകുളം ജില്ലയിലെ പല ദ്വീപുകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഈ മെട്രോ ഓടുന്നുണ്ട്.
ഈ വാട്ടർ മെട്രോ ഓടുന്നുണ്ട്. പല സ്ഥലത്തും ഇപ്പോൾ വാട്ടർ മെട്രോ ഉണ്ട്. നമുക്ക് നോക്കാം, ഇവിടെ ഈ ഫെറി ബോട്ടുകളും മറ്റും വരുന്നതും, അതേപോലെ തന്നെ ഇത് കടലിൽ നിന്ന്, അതായത് ഈ മീൻപിടുത്ത ബോട്ടും ഒരെണ്ണം വരുന്നുണ്ട്. ആ ബോട്ടാണ് കാണുന്നത്. ഒരു മീൻപിടുത്ത ബോട്ട് നമ്മുടെ ഈ ഒരു വഴി കൂടി വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു വലിയൊരു ബോട്ടാണോ അതോ കപ്പലാണോ ഒന്നറിയില്ല, അവിടെ ദൂരെയായിട്ട് കിടക്കുന്നതാണ്. ഞാൻ പറഞ്ഞ ആ ബോട്ടാണ് ഇല്ലേ വരുന്നത്, നമ്മുടെ മീൻപിടുത്ത ബോട്ടെന്ന് പറഞ്ഞില്ലേ, ആ ബോട്ടാണ് നമ്മുടെ ഈ ഒരു അടുത്തുകൂടി പോകുന്നത്. ഇപ്പോൾ അത് അത്യാവശ്യം മഴ ചാറി തുടങ്ങുന്നുണ്ട്. അപ്പം നല്ലൊരു മഴക്കുള്ള കോള് കാണുന്നുണ്ട്. ആ മഴ പെയ്യാനുള്ള സാധ്യത നമുക്ക് ഇവിടെ കാണാം. അപ്പം നമുക്ക് എങ്ങനെയാണ് മഴയത്ത് നമ്മുടെ കൊച്ചി കായൽ എങ്ങനെ കാണുമെന്നുള്ളത് എല്ലാം നമുക്കൊന്ന് നോക്കാം. ഇത് ബോട്ട് അങ്ങോട്ടും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതേ പുറത്ത് അത്യാവശ്യം മഴ പെയ്യുന്ന കാണാം. മഴ പെയ്യുമ്പോൾ ഈ ഗ്ലാസ്സിൽ കൂടി വെള്ളം വരുന്ന കാരണമാണ് ഈ ഒരു രീതിയിലാണ് കിട്ടുന്നുള്ളത്. ഇത് നമുക്കൊരു ബോട്ടാണോ കപ്പലാണോ എന്തോ ഒരു സംഭവം നമുക്ക് തൊട്ടടുത്ത് കൂടി ഇതേ വരുന്നുണ്ട്. ഏകദേശം ഒരു കപ്പൽ പോലത്തെ സംഭവം വരുന്നതല്ല, അവിടെ നിർത്തിയിട്ടേക്കുന്നതാണ്. എനിക്ക് തോന്നുന്ന പോലെ ചിലപ്പോൾ ഡ്രഡ്ജിങ്ങിൻ്റെ അങ്ങനെ വല്ല ഇതായിട്ടുള്ള സംഭവമായിരിക്കാം. എന്തെന്തേ ഈ ഒരു ചെറിയ ഗ്യാപ്പിൽ കൂടിയൊക്കെ നമുക്ക് അതിൻ്റെ വ്യക്തമായിട്ടുള്ള ചിത്രം നമുക്ക് കാണാൻ പറ്റും. പിന്നെ നല്ല രീതിയിൽ സംഭവം ഇത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇപ്പോൾ ഈ വാട്ടർ മെട്രോനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് ഈ 2023 അതായത് നമ്മുടെ പ്രധാനമന്ത്രി ആണ് നമുക്കിത് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് നമുക്ക് യാത്രാ സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതും പിന്നെ ടൂറിസം ഡെവലപ്മെൻറ്റിനും കൂടി ആയിട്ടാണ് ഈ വാട്ടർ മെട്രോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അതേപോലെ തന്നെ ഒന്നായിരുന്നു നമുക്ക് ഈ പൊല്യൂഷൻ കുറച്ച് എങ്ങനെ ഗതാഗതം സാധ്യമാക്കാമെന്നുള്ളൊരു ഇതിലാണ് നമ്മുടെ ഈ വാട്ടർ മെട്രോ കൊണ്ടുവരുന്നത്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ രാജ്യത്തെ ആദ്യത്തെ വാട്ടർ മെട്രോ നമ്മുടെ കൊച്ചിയിലാണ്. നമുക്ക് ഇവിടെ കാണാം. ഓക്കെ, നമ്മൾ കാണുന്നത് മറ്റേ കണ്ടെയ്നർ ടെർമിനലാണെന്ന് തോന്നുന്നു. നമ്മുടെ മറ്റേ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലാണ് ആ കാണുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ ഇവിടെ നിന്ന്, അതായത് മട്ടാഞ്ചേരി ടെർമിനലിൽ നിന്ന് എടുക്കുന്ന നമ്മുടെ വാട്ടർ മെട്രോ ആദ്യം ചെല്ലുന്നത് വെല്ലിംഗ്ടൺ ഐലൻഡിലെ സ്റ്റോപ്പിലേക്കാണ്. ഈ വെല്ലിംഗ്ടൺ ഐലൻഡിൽ നിന്നാണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഹൈക്കോർട്ടിലേക്ക് പോകുന്നത്. അത് ഹൈക്കോർട്ടിനും ഈ മട്ടാഞ്ചേരിക്കും ഇടയിൽ വെല്ലിംഗ്ടൺ ഐലൻഡ് എന്ന് പറയുന്ന ഇതിൻ്റെ സ്റ്റോപ്പുണ്ട്. നമുക്ക് വേറൊരു ബോട്ടും കൂടി പോകുന്നതാണ്. ഓക്കെ, നമുക്കിപ്പോൾ കുറേ ബോട്ടുകൾ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഈ യാത്ര എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സൂപ്പർ യാത്രയാണ്. ഇതുവരെയായിട്ടും വാട്ടർ മെട്രോയിൽ കയറാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വല്ല, അതിപ്പം ഹൈക്കോർട്ട് മട്ടാഞ്ചേരിയോ അല്ലെങ്കിൽ ഹൈക്കോർട്ട് ഫോർട്ട് കൊച്ചിയോ തന്നെ പോകണമെന്നില്ല. ഇതിപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അടുത്തുള്ള ഇതെന്ന് പറയുന്നത് നമ്മുടെ കാക്കനാട് വൈറ്റില പോകുന്നതാണ് എനിക്ക് എന്തുകൊണ്ടും എളുപ്പവും പോകാനും എല്ലാത്തിനും എളുപ്പം ഇതായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ ഞാനിവിടെ ഈ മട്ടാഞ്ചേരി ടു ഹൈക്കോർട്ട് പോകാൻ കാരണം ഇപ്പോൾ എനിക്ക് PSC എക്സാം ഉണ്ടായിരുന്നു, മട്ടാഞ്ചേരിയിലായിരുന്നു എക്സാം. അപ്പോൾ ആ എക്സാം എഴുതാൻ വേണ്ടി വന്നു. അപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു പയ്യനും കൂടി ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ, സ്കൂളിൽ ചെന്നപ്പോഴാണ് കണ്ടത്. അപ്പോൾ അവനാണ് പറഞ്ഞത് നമുക്കെങ്കിൽ ഇങ്ങനെ വാട്ടർ മെട്രോയിൽ കയറി ഹൈക്കോർട്ടിൽ ചെല്ലാം. അപ്പോൾ ആ ഒരു രീതിയിലാണ് പിന്നെ ഞങ്ങൾ ഹൈക്കോർട്ടിലേക്ക്
ഈ മട്ടാഞ്ചേരി ടെർമിനലിൽ വന്നു. അവിടെ നിന്ന് വാട്ടർ മെട്രോ എടുത്ത് ഈ ഹൈക്കോർട്ടിലേക്ക് പോകാന്നുള്ള രീതിയിൽ പ്ലാനായിരുന്നു. നമുക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ ബോട്ടുകളും മറ്റുമൊക്കെ അവിടെ കിടക്കുന്ന കാണാം. അപ്പോൾ ആ മഴ മാറി ഗ്ലാസ്സും ഒക്കെ ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. ആ കാണുന്നതാണ് എന്താണ് ഗോശ്രീ പാലം. നമുക്ക് എല്ലാവർക്കും അറിയാം, എറണാകുളത്തേനും വല്ലാർപാട് ഒക്കെ ആയിട്ട് ബന്ധിപ്പിക്കുന്ന പാലമാണ് ഗോശ്രീ പാലം. അപ്പം ആ പാലമാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. നല്ല നീളമുള്ള ഒരു പാലം തന്നെയാണ് ഈ കായലിന് കുറുകെ ഉള്ളത്. ഇപ്പം ഹൈക്കോർട്ടിൽ നിന്ന് തിരിച്ചു പോകുന്ന ബോട്ടാണെന്ന് തോന്നുന്നു. നമ്മുടെ ഇതിൽ അടുത്തുകൂടി പോകുന്നുണ്ട്. അപ്പുറത്ത് ഗോശ്രീ പാലം കാണാം. നമ്മുടെ ഇതുമായിട്ട് അങ്ങനെ തൊട്ടടുത്തുകൂടി തന്നെയാണ് ആ ബോട്ട് പോയത്. ആ കാണുന്ന ബിൽഡിങ് അതാണ് മറ്റേ ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടൽ എന്ന് പറയുന്നത്. നമ്മളിത് എറണാകുളത്തിനടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന കെട്ടിടങ്ങളും എല്ലാം നമുക്ക് കാണാം. നല്ല വലിയ ബിൽഡിങ്ങുകളും ഫ്ലാറ്റ് സമുച്ചയങ്ങളും എല്ലാം നമുക്ക് കാണാം. ഇതിൻ്റെ നമ്മൾ നേരത്തെ ഗോശ്രീ പാലം എന്ന് പറഞ്ഞില്ല, അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഫേസാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് കറക്റ്റ് തന്നെയായിരുന്നു. അത് കണ്ടെയ്നർ ടെർമിനൽ തന്നെയായിരുന്നു നമ്മുടെ വല്ലാർപാടത്തുള്ള. ഈ പാലമല്ലേ നമ്മൾ മറ്റേ ഈ കാണുന്നത്, ഈ പുലിവാൽ കല്യാണ സിനിമയിലും മറ്റുമൊക്കെ കാണുന്ന പാലം അതല്ലേ ആ കാണുന്ന? അതാണെന്ന് തോന്നുന്നു. നമുക്ക് അത് തന്നെ ആ പാലത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമുക്ക് ആ കെട്ടിടവും ഇതെല്ലാം നമുക്ക് അന്ന് കാണാൻ പറ്റുമായിരുന്നല്ലോ. അപ്പോൾ അത് തന്നെയാണെന്നാണ് വിശ്വാസം. പാലത്തിൽ കൂടി വണ്ടിയൊക്കെ പോകുന്നത് നമുക്ക് കാണാം. അവിടെയും കുറേ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. അത് മറ്റേ ഹയാത്ത് ഹോട്ടലിൻ്റെ ഭാഗമായിട്ടുള്ള ആ ഒരു ദ്വീപാണ്. അവിടെ ഒരു ബോട്ട് മറ്റുമൊക്കെ കിടപ്പുണ്ട്. അതും ഇപ്പോൾ അവിടെ ഒരു ടെർമിനൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഒന്ന് ആ പുലിവാൽ കല്യാണം സിനിമയിൽ കണ്ട ആ ഒരു ലൊക്കേഷൻ തന്നെ. അത് എറണാകുളത്താണല്ലോ കൂടുതലും ഷൂട്ടിങ് ഉണ്ടായിരുന്നത്. ഇതേപോലെ നമ്മൾ അവർ ജയസൂര്യൻ കാവ്യയൊക്കെ കണ്ടുമുട്ടുന്ന ഒരു സീനും ഇതൊക്കെ അതിവിടെ തന്നെയായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ നമ്മൾ യാത്ര അവസാനിപ്പിക്കാറായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഹൈക്കോർട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹൈക്കോർട്ട് എന്ന് പറയുമ്പോൾ മറൈൻ ഡ്രൈവും മറ്റുമൊക്കെയാണ് സ്ഥലം. അപ്പുറത്ത് നമ്മുടെ സാധാ ഫെറിയുടെ ബോട്ട് ജെട്ടിയൊക്കെ കാണാം. അതുകൂടാണ്ട് തന്നെ ഇവിടെ നിന്ന് യാത്ര പോകുന്ന ബോട്ടുകളും എല്ലാം നമുക്കവിടെ കാണാം. ഇപ്പോൾ നമുക്കിപ്പോൾ വാട്ടർ മെട്രോ എന്ന് പറഞ്ഞ രീതിയിൽ 4 ബോട്ട് ഓൾറെഡി അവിടെ കിടപ്പുണ്ട്. നമ്മൾ ഈ കാണുന്ന വശത്ത് 4 ബോട്ട് കിടപ്പുണ്ട്. അപ്പം നമ്മളിപ്പോൾ വന്ന സമയം എന്ന് പറയുമ്പോൾ ഏകദേശം 4:35. കൃത്യം ഒരു അരമണിക്കൂർ യാത്രയാണ് ഉള്ളത്. നമ്മൾ 4:05 അവിടെ നിന്ന് പുറപ്പെട്ട മെട്രോ ഇവിടെ 4:35 ആയപ്പോൾ എത്തി. പിന്നെ എന്നാലും നല്ലൊരു യാത്ര തന്നെയായിരുന്നു. കൃത്യം ആ സമയത്ത് തന്നെ നമ്മളത് അവിടെ എത്തിയിരിക്കുകയാണ്. എന്നാലും നല്ലൊരു യാത്ര തന്നെയായിരുന്നു. എനിക്കങ്ങനെ വന്നാലും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ കിടക്കുന്ന വണ്ടി കൊടുങ്ങല്ലൂരാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ഥലങ്ങളുടെ പേരാണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് എല്ലാവരും ഇറങ്ങി. നമ്മൾ ഇപ്പോൾ അകത്തെ കാര്യങ്ങളൊന്ന് ഷൂട്ട് ചെയ്ത് കുറച്ച് നേരം നിന്നതാണ്. അപ്പോൾ എക്സിറ്റാണ് ഞാനിത് പുറത്തേക്ക് ഇറങ്ങിയ. അതെ, വാതിലടിഞ്ഞു. നമ്മളിത് ആ സ്വിച്ച് നോക്കി നമ്മളിത് പുറത്തേക്ക് ഇറങ്ങിയാണ്.
അപ്പോൾ നമ്മൾ അപ്പുറത്തൊരു ബോട്ട് കിടപ്പുണ്ട്. മഴക്കാറ് മാറിയിട്ടില്ല. ഇത് നമ്മൾ വന്നത് കൊടുങ്ങല്ലൂരെന്ന് പേരുള്ള വണ്ടിക്കാണ്. മെട്രോയുടെ പേര് കൊടുങ്ങല്ലൂരെന്നാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വന്ന ഹൈക്കോർട്ടിൻ്റെ ഇത്. അപ്പോൾ എല്ലാവർക്കും യാത്ര ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ നമ്മളിത് പുറത്ത് ഇറങ്ങി ഹൈക്കോർട്ട് എന്ന് പറയുന്ന ഒരു ഇതും കാണിച്ചിട്ട് നിർത്താമെന്ന് വെച്ചു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഉടനെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ. അവിടെ ഒരു ഇതും കൂടി കിടപ്പുണ്ട്. അപ്പോൾ ആ ഒരു ബോട്ടും കൂടി കാണിച്ചിട്ട് നമുക്ക് നിർത്താം. ബോട്ട് ഈ ബോട്ടിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നിർത്തുകയാണ്. ഓക്കെ, ബൈ.